കഴിഞ്ഞ ദിവസം ഈ നിയമസഭ എത്ര ആശങ്കയോടുകൂടി ചർച്ച ചെയ്ത വിഷയമാണ് സർ. നമ്മുടെ കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും പിടിയിൽ അമരുന്നു എന്നത്. അങ്ങ് മറുപടി പറഞ്ഞപ്പോൾ, ഞാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ എതിർത്തുകൊണ്ട് അങ്ങ് മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് എത്ര ആക്ഷേപ സ്വരത്തിലാണ് പറഞ്ഞത്, സർക്കാരിൻ്റെ നയം അതല്ല, ഇതെല്ലാം ഞങ്ങൾ നിയന്ത്രിക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ ഈ നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കണം. അങ്ങ് മന്ത്രി എന്ന നിലയിൽ ഈ ബില്ല് മൂവ് ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കണം. ഈ നിയമനിർമ്മാണത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല. മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ പ്രചരണം നടത്തുന്ന, സിനിമയിൽ അത് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ മദ്യത്തിൻ്റെ പരസ്യം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് സർ? അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും ഈ സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമായാൽ സംസ്ഥാനത്തെ യുവതലമുറയാണ് നമുക്ക് കൈവിട്ടു പോകാൻ പോകുന്നത്. ഞാൻ ഏറെ വേദനയോടും വിഷമത്തോടും കൂടി ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് സാർ എൻ്റെ നിയോജകമണ്ഡലത്തിൽ അങ്ങേയറ്റം വിഷമകരമായ ഒരു സംഭവം ഉണ്ടായത്. ബികോമിന് പഠിക്കുന്ന ഏറ്റവും മിടുക്കിയായിരുന്ന ഒരു വിദ്യാർത്ഥിനി നമിത നിർമ്മല കോളേജിൽ പഠനം കഴിഞ്ഞ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് മാരകമായ സ്പീഡിൽ നിയന്ത്രണം വിട്ട് ഓടിച്ചു വന്ന ഒരു ബൈക്കിടിച്ച് സ്പോട്ടിൽ മരിച്ചു പോവുകയാണ്. അതിന് പിന്നീട് നോക്കുമ്പോൾ ഈ ബൈക്കിടിച്ച യുവാവ് മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ നിലയിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായി. അവിടെ വെച്ച് തന്നെ ആ കുട്ടി മരിച്ചിട്ടും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന നിലയിലേക്ക് സ്വബോധം നഷ്ടപ്പെട്ട ഒരു യുവാവിൻ്റെ ഇതാണ് സംഭവിച്ചത്. ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിറ്റേ ദിവസമേ അടക്കാൻ കഴിയുമായിരുന്നു. ആ ബോഡി അടക്കിന് വേണ്ടി ആ മോർച്ചറിയിൽ വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുമ്പോൾ അടുത്ത വാർത്ത തേടി വരികയാണ് സാർ. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് കേട്ടത്. ചെന്ന് അന്വേഷിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ആത്മഹത്യക്ക് കാരണം 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥി മയക്കുമരുന്നിന് അടിമയായി അവൻ്റെ അച്ഛനെയും അമ്മയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ നമ്മൾ കേട്ടില്ലേ, ചാന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ വലിച്ചു കയറിയത് എന്തിൻ്റെ സ്വാധീനത്തിലായിരുന്നു? മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലായിരുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ് സാർ? മയക്കുമരുന്നും ലഹരിയും ഈ സംസ്ഥാനത്തെ ഏറ്റവും അപകടകരമായ നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസിനെ അങ്ങേക്ക് ഡീക്രിമിനലൈസ് ചെയ്യാൻ പറ്റുക? അത് കാണിക്കുന്ന അപ്രോച്ച് എന്താണ് സർ? അത് കാണിക്കുന്ന അപ്രോച്ച്, നിങ്ങൾക്ക് ഇതൊക്കെ ലിബറലൈസ് ചെയ്തിട്ടാണെങ്കിലും ഇവിടുന്ന് പണം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ആർക്കെന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് വേണ്ടില്ല എന്നതാണ്. ഇതൊരു തെറ്റായ അപ്രോച്ചാണ് സർ. ഒരിക്കലും ഇത് ഗുണത്തിനല്ല. ഒരു വശത്ത് മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് പറയുകയും മറുവശത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന എല്ലാ നിലയ്ക്കും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ അങ്ങ് എക്സൈസിൻ്റെ മന്ത്രിയായതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അങ്ങ് മദ്യനയത്തിൽ കൊണ്ടുവന്ന മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തെങ്ങിൻ്റെ കള്ളിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ തോത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അളവിനും കൂടുതൽ തെങ്ങും കള്ള് കിട്ടുന്നു എന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങ് പറഞ്ഞത് ശരിയല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കട്ടെ? ഈ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, ലീഗലായിട്ടുള്ള കള്ളിൻ്റെ അളവ് എത്രയാണ്? ഈ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന കള്ളിൻ്റെ അളവ് എത്രയാണ്? ഈ നിയമസഭയ്ക്ക് മുമ്പിൽ പറയാൻ കഴിയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും? അത് ആ കണക്ക് മാത്രം കാണിക്കുന്നത് വ്യാജമായിട്ടുള്ള കള്ള് അതിവ്യാപകമായി ഇവിടെ വിൽക്കുന്നു. സർക്കാർ അതിന് കൂട്ടുനിൽക്കുന്നു. സർക്കാർ അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റിനോ ഇതിനോ ഒരു സാധ്യതയോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമോ സർക്കാരിന് ഇല്ലായിട്ടാണോ? നോ, യു ആർ പെർമിറ്റിംഗ് ദ ഇല്ലിസിറ്റ് ലിക്വർ. നിങ്ങളത് അനുവദിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് സർ? ആർക്ക് വേണ്ടിയാണ്? ഈ ജനങ്ങളെ വീണ്ടും മദ്യത്തിന്റെ പേരിൽ പിഴിഞ്ഞെടുക്കുന്ന മദ്യമുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിന്റെ മദ്യനയം, മദ്യത്തിലുള്ള അപ്രോച്ച് എന്താണെന്ന് അറിയാം. ഇനി അടുത്ത കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ
മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ രമേശ് ചെന്നിത്തല ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോഴിതാ പിൻവാതിലിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച സാധനം ഇപ്പം മുൻവാതിലിലൂടെ നിങ്ങൾ കൊണ്ടുവരികയാണ്. ഇവിടെ മദ്യ ഉൽപാദനം നടത്താൻ സൗകര്യപ്പെടുത്തുന്ന രീതിയിലേക്ക്. അപ്പോൾ അത് കാണിക്കുന്നത് സർക്കാരിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. ഇനി അതാണെങ്കിൽ സത്യസന്ധമായി അത് തുറന്നു പറഞ്ഞ് അതിനൊരു പർപ്പസ് ഉണ്ട്, അതിന് റീസൺ ഉണ്ട്, അതിന് ലോജിക് ഉണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് സംസ്ഥാനത്ത് നല്ല മദ്യം എൻഷുർ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പെങ്കിലും വേണ്ടേ? അതിന് പകരം നിരന്തരം നമുക്ക് ഏറ്റവും വലിയ ഭീഷണിയായി വളർന്നു വരുന്ന ഈ ലഹരിക്കും മദ്യത്തിനും വീണ്ടും ഈ സംസ്ഥാനത്തെ അടിമപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ അങ്ങേയറ്റം ഖേദമുണ്ട് സാർ.